ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അസുഖങ്ങളൊക്കെ കുറച്ച് കുറവാണെങ്കിൽ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. ശ്രീലക്ഷ്മി ഇതാ കേട്ടിട്ടില്ല, കടക്കും അലർജി കൂടിയായിട്ട് സ്വൈരമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നാളെ ഇനിയിപ്പോൾ മക്കരപറമ്പ് സ്കൂളിലോ അതുകൊണ്ട് ഈ സുഖമില്ലാത്ത കുട്ടികളുണ്ടല്ലോ, എന്താ പറയുക, അവരെ പരിപാടിയാണ്. അപ്പോൾ അവരെ ഭിന്നശേഷിക്കാരെ തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഇവരെ സ്കൂളിൽ കളിച്ച പിന്നെ അതുണ്ട്, വയനാട് ദുരന്തത്തിൻ്റെ ഒരു ഡാൻസും പാട്ടും കൂടിയായിട്ടുള്ളൊരു മാഷോ അങ്ങനെ എന്തൊക്കെയായിട്ടുള്ളൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ പോയി കളിക്കാനും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് പറഞ്ഞു. ടീച്ചർ ഗ്രൂപ്പിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കൊണ്ടുപോകണം. ബുധനാഴ്ച ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി ഉണ്ടാവും പരിപാടിക്ക്. പിന്നെ എന്താ പറയുക, എന്നും ഓരോ ദിവസം നീക്കുമ്പോഴും രാവിലെ നീക്കുമ്പോഴും നമ്മളൊരു പ്രാർത്ഥന എന്താണ്, ഇന്നത്തെ ദിവസം നല്ലതാവണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ ദൈവം എന്താ ചെയ്യുക അറിയോ, നമ്മളെ ഇട്ടിട്ട് നമ്മളെ പല രീതിയിൽ കൂടെ പരീക്ഷിക്കും. പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 കാര്യങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ 10 കാര്യങ്ങൾ നമ്മൾ എതിർദിശയിൽ കൂടെ നമ്മൾ അനുഭവിക്കാൻ യോഗ്യനാണ്. അതനുഭവിച്ചേ പറ്റുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുവേ നമ്മളെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മേനെ വയ്യാതെയായിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് 2 ആഴ്ചയിൽ പോയിട്ട് ഈ അലർജി തുമ്മലും കാരണം അമ്മയ്ക്ക് വരണ്ടല്ലോ നോക്കാം മാറിയിട്ട് പോകാമെന്ന് ഓർത്തിരുന്നപ്പോഴേക്ക് മാറണമില്ല. എന്താ പറയുക, ഇപ്പോൾ ഒരു മാറാരോഗം പോലെയാണ് ഇപ്പോൾ അത്. അപ്പോൾ ശ്രീലക്ഷ്മിക്കും വയ്യ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് പൊതുവെ കഷ്ടകാലങ്ങളാണ്. എവിടെയാണെങ്കിലും പണിയിരിക്കുന്നിടത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ നമുക്കൊരു സമാധാനം, ഉള്ളിൻ്റെ ഉള്ളിലൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലുള്ളൊരു പിന്നെ എന്താ പറയുക, എല്ലാതും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടിട്ടുണ്ട്. നമ്മളാ വര പോലെ നമ്മൾ അനുഭവിക്കേണ്ടത്. ഞാനൊക്കെ പറഞ്ഞാൽ 95, 96 കാലഘട്ടത്തിൽ തുടങ്ങി കുറേ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, കുറേ വീട്ടുപണിക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഹോം അപ്ലയൻസസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മളിങ്ങനെ ഓടി കളിക്കുകയല്ല കേട്ടോ, നമ്മൾ കല്യാണം കഴിച്ച് പോകുന്നത് വരെ ഇതിൽ തന്നെയാണ്. ഡ്രൈവിങ് സ്കൂളിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. പിന്നീടാണ് ഞാൻ ഇങ്ങനത്തെ ഫീൽഡിൽ വന്നത്. പിന്നെ ഇവളെ നോക്കുക എന്നുള്ളൊരൊറ്റ ചുമതല നമ്മുടെ ഭാഗത്തുള്ളതുകൊണ്ട് നമ്മൾ പണിയെടുത്തല്ലേ പറ്റുള്ളൂ. വേണ്ട ആവർത്തിക്കലല്ലോ പോണത്. നമ്മൾ വീട്ടുപണിക്ക് പോയി, നല്ല അന്തസ്സിൽ വീട്ടുപണിക്ക് പോയി 100 രൂപയാണെങ്കിലും കിട്ടുകയാണെങ്കിലും 500 രൂപയ്ക്കുള്ള പണിയെടുത്താലും 100 രൂപയെ തരുള്ളൂ. പണി കൂടുതലായിരിക്കും. നമ്മളൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അതുള്ളൂ ഇതുള്ളൂ എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കും. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത പണി ഉണ്ടാവില്ല. പൈസ തരാൻ മാത്രമേ അവർക്ക് ഒരു എന്താ പറയുക അതുള്ളൂ. പണി ഇഷ്ടം പോലെ ഉണ്ടാവും. പൈസ ചോദിക്കുമ്പോൾ മാത്രം ഭയങ്കര ബലം പിടുത്താണ്. അങ്ങനെ കുറേ ഞാൻ വീട്ടുപണിക്ക് പോയിട്ടുണ്ട്. എല്ലാ പണിക്കും പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇത്ര ഉള്ളൂ അത്ര ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. പിന്നെ പിന്നീട് നമ്മളെ കൊണ്ട് എന്താ പറയുക അതുപോലെ ചെയ്യിക്കും. പൈസ മാത്രം ചോദിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് ചോദിച്ചവർ എന്താ പറയുക പുറത്താണ്. പണി നല്ല എടുത്തിട്ടായിരിക്കും, അതുപോലെ പോത്തെടുക്കും പോലെ ഉള്ള പണിയായിരിക്കും. പക്ഷേ ഒക്കെ സഹിച്ച് ഇവിടം വരെ എത്തി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വീട്ടുപണി എന്ന് ഞാനൊരു കര കയറാൻ വേണ്ടി ഒരു കടയിൽ കയറി.
പിന്നെ കടയിൽ ഇതുപോലെ കട നടത്തും ചെയ്യുന്നു. ഒരു ബിൽഡിങ് മൊത്തത്തിൽ ഞാൻ ഏറ്റെടുത്ത് അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇതാക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കൊറോണ വന്ന അങ്ങനെയാണ് പിന്നെ ഞാൻ ഹോം അപ്ലയൻസസിൽ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവിടെയും തന്നെ അതുപോലെ നമുക്ക് പണി മാത്രം പോരല്ലോ, നമുക്ക് പണി നമ്മളൊക്കെ ഒരു വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പണിക്ക് പോകണം. നമ്മൾ എത്ര ചെയ്താലും നമുക്ക് പൈസ ഇല്ല. നേരെ മറിച്ച് പണി തീരെ എടുക്കാത്ത ആൾക്കാർക്ക് ശമ്പളമുണ്ട്. അങ്ങനത്തെ രീതിയിലായി പിന്നീട് നമ്മളെ പോക്ക്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതാവുകയും അങ്ങനെ പിന്നെ എനിക്ക് കുട്ടിക്ക് സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളും വന്നപ്പോൾ അതിനെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് നിർത്തില്ലാതെ എനിക്ക് വേറെ മാർഗ്ഗം ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ നിർത്തിയത്. പിന്നീട് ഞാൻ പോണില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മൾ വേറൊരു കടയിൽ കയറിയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറേ ദിവസങ്ങളായി. രാവിലെ ഞാൻ ചായ ഉണ്ടാക്കി. ഞങ്ങൾ ഒരാഴ്ചയായി അരി ഭക്ഷണം പൊതുവെ ഉണ്ടാക്കലില്ല. അതൊക്കെ ഒരു കഥയാണ്. ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇനി ദാരിദ്ര്യം വന്ന് വിളിച്ച് പറഞ്ഞു പറയരുതേ. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഈ അലർജി ഉള്ളതുകൊണ്ടും ഒരു സൗകര്യമില്ല. അപ്പോൾ ചാമരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ചാമരി കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അത് കൊടുന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് വറുത്തിടണം. അത് നമ്മൾ ചോറ് വയ്ക്കും പോലെ വെച്ചതാണ്. എനിക്ക് അത് വറുത്തിടണം. അതാണ് ഇന്നത്തെ ഞങ്ങളെ ഭക്ഷണം. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അധികം ചിലവ് വരാത്ത രീതിയിൽ എങ്ങനെ നോക്കിയാൽ നമ്മൾ 10 രൂപ എങ്ങനെ നമ്മളെ കയ്യിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എങ്ങനെ എത്തണില്ല. എങ്ങനെ ഭക്ഷണം തിന്നാതെ ഇരുന്നിട്ടും കാര്യമില്ല. പിന്നെ നമ്മളാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകില്ല. ജീവിച്ചിരിക്കുമ്പോൾ തിന്നാൽ അതുണ്ട്. അപ്പോൾ കുറേ അവിടെ ഇവിടെയും കൊണ്ടുപോയി സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല നമുക്ക്. നമ്മൾ ആവണ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ട് മുഴുവൻ കിട്ടണ പൈസയ്ക്ക് മുഴുവൻ തിന്ന് ജീവിക്കണം എന്നല്ല. എങ്കിലും നമ്മളെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിക്ക് നമ്മൾ പോകുന്നുണ്ട്. വലിയ ചിലവില്ലാത്ത രീതിയിൽ. കാരണം ഞാൻ വലിയൊരു കുടുംബത്തിൻ്റെ തലവനാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ 2-3 ആഴ്ച അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവിടെയും ചെയ്തു. അവിടേക്കും പോവലുണ്ട്. ഒരു 2-3 ആഴ്ചയായിട്ട് ഈ അസുഖം എന്നെ ഇങ്ങനെ വല്ലാതിട്ട് ഇപ്പോൾ നാളെ പോകണമെന്നിരുന്നപ്പോഴേക്കാണ് ഇതുണ്ടോ ശ്രീലക്ഷ്മി കടപ്പും എല്ലാം കൂടിയായിട്ട് കിടക്കുകയാണ്, ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടെന്നാണ്, ഒന്നുമില്ലായ്മയെന്നാണ് ഞാൻ ഈ കോലത്തിലെത്തിയത്. എന്നാലും നമ്മളാരതും കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് അതുപോലെ പണിയെടുത്തിട്ട് പൈസ നോക്കിയിട്ടല്ല, കടന്നിട്ട് മരിക്കും അവിടെ കടന്ന്. അതുപോലെ നമുക്ക് കൂലിയൊന്നുമില്ലെങ്കിലും നമ്മളതുപോലെ പണിയെടുത്ത് ഈ സമയം വരെ ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ നമ്മളെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിച്ചല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ വേറെ ഒരാൾ നോക്കും മറ്റുള്ളവർ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളെ ആയുസ്സും കൂടെ എന്താ പറയുക, ദൈവം നീട്ടി തരട്ടെ, കൈനും കാലിനും എന്നും ബലം തരട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളോട് നല്ല മനസ്സ് കാണിക്കണേ. ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർ, നല്ല രീതിയിൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. കുറ്റങ്ങളൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അവർക്ക് കുടുംബം കൂട്ട് എന്താണെന്ന് അറിയില്ല. കാരണം കുട്ടിക്കാലം മുതൽക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചവനോട് എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് കാശിൻ്റെ പുറത്ത് ചെറുപ്പം തൊട്ടേ കാശിൽ മുങ്ങി ജീവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഞാനതുപോലെ ജീവിച്ചത്, അതുകൊണ്ട് എനിക്കതിൻ്റെ വില അറിയും, ഇപ്പോഴും അറിയും. അപ്പോൾ
എൻ്റെ പാത ഞാൻ എൻ്റെ കുട്ടിക്കും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ജീവിച്ചതാണ്, അതുപോലെ ഈയും അതുപോലെ ആ പാത പിന്തുടർന്ന് പോകണം. അത് വിചാരിച്ചിട്ട് ദാരിദ്ര്യം പോലെ ജീവിക്കണം എന്നല്ല, ആർഭാടങ്ങളും ഇതൊക്കെ ഒഴിവാക്കി നമ്മുടേതായിട്ടുള്ളൊരു ഡീസൻ്റ് ഉണ്ട്, ആ ഡീസൻറ്റിന് നടക്കുക. വലിയ കാശുകാരാവണം എന്നുള്ള ആഗ്രഹവും ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അതിന് ദൈവം ഞങ്ങൾക്കൊരു ബലം തരട്ടെ, ദൈവം ഞങ്ങളതിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാവണം. താങ്ക് യു.